വ്യത്യസ്തമായ രീതിയിൽ തേങ്ങ അരച്ച മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഫിഷ് കറിയിലേക്ക് ഒരു 15 ചെറിയുള്ളി സ്ലൈസ് ചെയ്ത് വെക്കുക, തക്കാളി ഒരു 2 എണ്ണം, പിന്നെ ഒരു സവാള ചെറുത് മതി അതും ഒന്ന് സ്ലൈസ് ചെയ്ത് വയ്ക്കുക, പച്ചമുളക് ഒരു 7 എണ്ണം എടുക്കുക, വെളുത്തുള്ളി എടുക്കുക അതും കുറച്ച് സ്ലൈസ്, വെളുത്തുള്ളിയൊന്നും അധികം വേണ്ട, കുറച്ച് മതി, അതും സ്ലൈസ് ചെയ്ത് വയ്ക്കുക. പിന്നെ 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറിയ ചെറിയ ഇതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വയ്ക്കുക. കഷ്ണങ്ങളൊക്കെ ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് പുരട്ടി വയ്ക്കുക. ഇത് ചെമ്പല്ലി മത്സ്യമാണ്. ഇതിലേക്ക് ചേർക്കാനായിട്ട് ഏകദേശം 1 മുറി തേങ്ങ തന്നെ ഉണ്ട്. ഇത് 1 മുറി തേങ്ങ നന്നായി മിനുസായിട്ട് അരച്ചെടുക്കുക. 1 നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ട് അതൊന്ന് കുതിരാൻ വയ്ക്കുക വെള്ളത്തിലിട്ടിട്ട്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, ഉലുവ ചേർക്കുക. സാധാരണ മീൻകറി ഉണ്ടാക്കുന്ന മാതിരി തന്നെ ഉലുവ ചേർക്കുക, കറിവേപ്പില ചേർക്കുക. ഉലുവ പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെ ചേർക്കുക. നന്നായി വഴറ്റുക. ഒരുവിധം വഴണ്ട് വന്ന തക്കാളി മിക്സറിലേക്ക്, വഴണ്ട് വന്ന തക്കാളി ഉള്ളിയിലേക്ക് ഒരു 2 ടീസ്പൂൺ, നമ്മളുടെ എരിവ് എത്ര വേണം അതനുസരിച്ചിട്ട് ഇടാം. ഇതിപ്പോൾ ഒരു 2.5 ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട് മുളക് പൊടി. ഇഞ്ചിയും ചേർക്കുക. ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്തു. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, സാധാരണ മല്ലിപ്പൊടി അങ്ങനെ ചേർക്കില്ല, എന്നാൽ ഒരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കുക. ഇതിലേക്ക് പുളിവെള്ളം ഒഴിക്കുക. പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം കുറച്ച് പിഴിഞ്ഞിട്ട് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് നന്നായി വേവിച്ചെടുക്കുക. മസാലയൊക്കെ നന്നായി വറ്റി വന്നു. മത്സ്യ കഷ്ണങ്ങൾ ചേർക്കുക. നന്നായി അരച്ച് വെച്ച് തേങ്ങയും ചേർക്കുക. ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് മത്സ്യക്കഷ്ണങ്ങൾ വേവുന്നത് വരെ സ്ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. മീൻകറി റെഡിയായി. കുറച്ച് കറിവേപ്പില ഇതിലിട്ടു. ഇനി ഒരു വറവ് ഇട്ട് കഴിഞ്ഞാൽ കറി റെഡി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, ചെറിയുള്ളി, കറിവേപ്പില, ഉലുവ, കറിയിലേക്ക് വറവിട്ടു. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ച മീൻകറി റെഡിയായി.